മായി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു തേങ്ങ അരച്ച അയലക്കറിയുടെ റെസിപ്പിയാണ്. അതും മാങ്ങ ഇട്ടിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല കിടിലൻ റെസിപ്പിയാണ്, നല്ല കിടിലൻ കറിയാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ കഴിയും. നമ്മുടെ കുക്കിങ്ങൊക്കെ ചെയ്ത് തുടങ്ങുന്നവർക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി 2 അയിലയാണ് ഞാൻ എടുത്തത്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഒരു വലിയ മാങ്ങയാണിത് കേട്ടോ. ഒരു വലിയ മാങ്ങ, ഒരു ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങയുണ്ട്. അത്രമാത്രമേ ഞാൻ എടുത്തിട്ട് 2 അയിലയല്ലേ ഉള്ളൂ, അപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ജാറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇതിലേക്ക് ഞാൻ വറ്റൽ മുളകാണ് ഇടുന്നത്. വേണമെങ്കിൽ മുളക് പൊടി ഇടാം കേട്ടോ. ഞാനിപ്പോൾ വറ്റൽ മുളകാണ് ഇടുന്നത്. ഞാനൊരു 5-6 വറ്റൽ മുളക് ഇടുന്നുണ്ട്. എരിവിനനുസരിച്ച് ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇടുക കേട്ടോ. പച്ചമുളക് ഇടുന്നുണ്ടല്ലോ നമ്മൾ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇത് ആദ്യം തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അത് അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചട്ടിയിലേക്ക് മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പും അത് ആവശ്യമായ വെള്ളവും ഒഴിക്കുക. കണ്ടോ, വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. നല്ല ടേസ്റ്റിയാണ് ഈ കറി. ഇനി നമ്മളിത് ആവശ്യമായ വെള്ളം ഒഴിക്കണം. നമുക്ക് ഇത് കറി കട്ടിയാവാൻ പാടില്ല. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. കുറച്ച് കട്ടി പോലെ ഉണ്ട്. ഇനി ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. ഇത് മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം. അതിന് ശേഷം മാത്രമേ നമുക്ക് അയില ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അയില ഉടഞ്ഞു പോലെ, അയിലൊക്കെ അധികം വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാങ്ങ വെന്തോ നോക്കുക. കുറച്ചുകൂടെ വേണം. ഇത് വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേണം കേട്ടോ. ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കുക. ഒരു 3/4 വേവിൽ നമുക്ക് അയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് വേവുള്ള മാങ്ങയാണ്. ചിലത് വേഗം അങ്ങോട്ട് വെന്ത് പോവും. ഈ സമയത്ത് നമുക്ക് ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്ക് അയില ഇടുക. ക്ലീൻ ചെയ്ത് വെച്ച് അയില ഏത് മീനിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. മത്തിയിലൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ. പെട്ടെന്ന് കഴിയുമല്ലോ പരിപാടി. നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ലേഡീസിനും ബാച്ചിലേഴ്സിനും ഒക്കെ വെക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമായത്. അപ്പവും ദോശ എല്ലാത്തിൻ്റെ കൂടി നമുക്ക് കഴിക്കാം. ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടിയുണ്ട്. ഇത് നല്ലോണം തിളക്കട്ടെ. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അടച്ച് വെച്ച് നമുക്ക് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 മിനിറ്റ് മീൻ വേവിച്ചാൽ മതി. അധികം വേവിക്കണ്ട, മീൻ ഉടഞ്ഞു. പിന്നെ സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കരുത്. നമ്മൾ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ സ്പൂണിട്ട് ഇളക്കരുത്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ട വറവിടുക. ഒരു ഫ്രൈ പാനിൽ കുറച്ച് കടുക് ഇടയിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇടുക. നമുക്ക് ഇതിൻ്റെ മേലെ ഇടുക. ഈ സമയത്ത് നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ചേർക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് കണ്ട കറീൻ്റെ ടെക്സ്ചർ കണ്ട, നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി വെക്കും. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മീൻ കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. നമ്മളുടെ ചാനലിൽ ഒരുപാട് നാടൻ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം ഒന്ന്. എന്നിട്ട് വീഡിയോൻ്റെ കമൻസിൽ സെക്ഷനിലൊന്ന് നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. എല്ലാവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.